നമ്മുടെ ജീവിതത്തിന്റെ തുടർച്ചയാണ്. മക്കളില്ലാതെ ജീവിക്കേണ്ടി വരുന്ന അച്ഛനമ്മമാരുടെയൊക്കെ ജീവിതം അവസാന കാലത്ത് നരകതുല്യമായിരിക്കും. നിനക്കും അവന്തിയയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനത് അന്വേഷിച്ചിട്ടുമില്ല. പക്ഷേ എത്രയും വേഗം അതെല്ലാം പറഞ്ഞ് പരിഹരിക്കണം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ആ ഡോക്ടറെ കാണണം. എനിക്കത് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. അവളെ ഒഴിവാക്കി ജീവിക്കാമെന്ന് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾ ഈ വീടിന്റെ മരുമകൾ തന്നെയായിരിക്കും. ഇനി ഒരിക്കൽ കൂടി നീ കാരണം അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇടവരരുത്. വന്നാൽ ഞാൻ ചിലപ്പോ കഠിനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തെന്ന് വരും. അച്ഛൻ്റെ തീരുമാനം എന്തായാലും ഞാനത് അനുസരിക്കും. പക്ഷേ ഇനിയെങ്കിലും എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണം. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് തടസ്സം നിൽക്കുന്നത് എന്തായാലും ഞാനത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക തന്നെ ചെയ്യും. ഇങ്ങോട്ട് കിട്ടാത്ത സ്നേഹവും ബഹുമാനവും ആർക്കും തിരിച്ചു കൊടുക്കാൻ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഒരു കുട്ടിയുണ്ടാവുന്നത് മാത്രമല്ലല്ലോ ജീവിതം. അതിനേക്കാളേറെ വലുത് ജീവിച്ചിരിക്കുന്ന കാലത്തെ മനുഷ്യന് സന്തോഷമല്ലേ. കുഞ്ഞുങ്ങളില്ലാതെ ഒരുപാട് പേര് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടല്ലോ അച്ഛൻ. ഞാനും അതുപോലെ ഒരാളാണെന്ന് കരുതിയാൽ മതി. പിന്നെ അവസാന കാലത്ത് എനിക്ക് കർമ്മം ചെയ്യാനൊരു സന്തതി വേണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ സ്വയം പിണ്ടം സമർപ്പിച്ചോളാം. എനിക്ക് വേണ്ടി ഞാൻ ബലിയിട്ടാലും ആത്മാവിന് മോശം കിട്ടും. നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ 3rd സ്റ്റെപ്പും സക്സസ് ആണ്. ടെസ്റ്റ് റിസൾട്ടുകളെല്ലാം 100% പോസിറ്റീവാണ്. സച്ചിട്ടാ, ഒരു പ്രഗ്നൻസി റിസീവ് ചെയ്യാൻ അർച്ചനയുടെ യൂട്രസ് ഇപ്പോൾ ഓക്കെയാണ്. ഇനി ഓവുലേഷൻ പീരീഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ഭക്ഷണത്തിന്റെയും വ്യായാമത്തിന്റെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രഗ്നൻസി ഉടൻ തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പ്രഗ്നന്റ് ആകുമ്പോൾ താൻ കൂടുതൽ ശ്രദ്ധിക്കണം.